ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ രാവിലെ തന്നെ അമ്പലത്തിലോട്ട് പോകാൻ പോവുകയാണ്. ആറ്റുകാൽ, പഴവങ്ങാടി, അങ്ങനെ ട്രിവാൻഡ്രത്തുള്ള അമ്പലങ്ങളിലൊക്കെ കയറാനാണ് പ്ലാന്. രാവിലെ ഒരു 5 മണിയായപ്പോൾ തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ നമ്മൾ ഇങ്ങനെ സമാധാനമായിട്ട് പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ കുറച്ച് നമ്മൾ ആദ്യം തിരക്കുള്ള സ്ഥലങ്ങളിൽ ആദ്യം കയറി അങ്ങനെ പോവാം എന്നാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പോയത് പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിലോട്ടാണ്. തലയിൽ വയ്ക്കാൻ കുറച്ച് പൂവും തേങ്ങ നമ്മൾ അടിക്കാനായിട്ട് വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ തൊഴുതിറങ്ങി വന്നിട്ടുണ്ട് ഗൈസ്. കംപ്ലീറ്റ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, കുഞ്ഞു കുഞ്ഞു വ്ലോഗാണ്. ഇതൊക്കെ നമ്മുടെ ഓർമ്മകളല്ലേ. പിന്നെ അടുത്തതായിട്ട് നമ്മൾ പോയത് നീലകണ്ഠേശ്വര ക്ഷേത്രത്തിലോട്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കഴിഞ്ഞ തവണയാണ് ഞാൻ ആദ്യമായിട്ട് പോകുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് സന്തോഷം തന്നൊരു സ്ഥലമാണത്. അതുകൊണ്ട് വീണ്ടും നമ്മൾ അവിടെ ഇട്ടാണ് പോയത്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മൾ അടുത്തതായിട്ട് പോയേക്കുന്നത് ആറ്റുകാലാണ്. നേരെ ആറ്റുകാലാണ് പോയത്. അവിടെ എത്തിയപ്പോഴത്തേക്കും അവിടെ നല്ല തിരക്കായിട്ടുണ്ടായിരുന്നു. വണ്ടി ഇടാനൊക്കെ അത്യാവശ്യം സ്ഥലമൊക്കെ കുറവായിരുന്നു. അങ്ങനെ ഒരു വിധത്തിലാണ് നമുക്ക് പാർക്കിങ്ങൊക്കെ കിട്ടിയത്. നല്ല തിരക്കുണ്ടായിരുന്നു. ഒരുപാട് 3-4 കല്യാണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ചേട്ടൻ പോയ സമയത്ത് ഞാനിത് എഡിറ്റ് ചെയ്ത് തുടങ്ങിയതാണ് ഗൈസ്. കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. എൻ്റെ സൗണ്ടൊക്കെ വല്ലാതിരിക്കുന്നുണ്ടായിരുന്നു പനിയൊക്കെ ആയിട്ട്. അപ്പം നമ്മളിത് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലോട്ടാണ്. അവിടെ നല്ല തിരക്കായിരുന്നു, ഒരുപാട് ക്യൂ ഒക്കെ ആയിട്ട്. അപ്പം അപ്പൂസിനെയും കൊണ്ടിട്ട് അത്രയും നേരം നമുക്കിവിടെ നിൽക്കാൻ പറ്റാത്തത് കാരണം, മാത്രമല്ല നമുക്കിവിടെ വണ്ടി ഇടാൻ പോലും സ്പേസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അപ്പൂസിനെ കൊണ്ട് അത്രയും നേരം നമുക്ക് ക്യൂവിൽ നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ തൊഴുവാനായിട്ട് ഇറങ്ങിയില്ല. അവിടെ പുറത്ത് നിന്ന് കണ്ടിട്ട് വന്നു. പിന്നെ നമ്മൾ വണ്ടി കൊണ്ട് ഗാന്ധി പാർക്കിൽ പാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ തിരിച്ച് കുതിരമാളികയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്ക് നമ്മൾ കരിക്കകം അമ്പലത്തിലും പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് കുറച്ച് ടോയ്സൊക്കെ അപ്പൂസിന് വാങ്ങിച്ചു കൊടുത്തപ്പോഴത്തേക്കും അപ്പൂസ് നല്ല ഉഷാറായി, നല്ല വിശപ്പടിച്ചിട്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാനായിട്ടായിരുന്നു. പിന്നെ നമുക്കങ്ങനെ അവിടെ നിന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് നമ്മുടെ കുതിരമാളിക കാണാനായിട്ടായിരുന്നു. കുതിരമാളികയിൽ ഞാനും അനിയത്തി ആദ്യമായിട്ടാണ് പോകുന്നത്. ചേട്ടനും ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു. നമ്മൾ യൂട്യൂബിലോ എന്തോ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് തവണ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടെങ്കിലും ഇതുവരെ അവിടെ കയറിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മളിത് പാസ്സൊക്കെ എടുക്കാനായിട്ട് നിൽക്കുമായിരുന്നു. ഒരാൾക്ക് 30-ഉം 70-ഉമായിട്ട് 100 രൂപ വെച്ചിട്ട് നമ്മൾ 3 പേർക്കും ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. മോന് ടിക്കറ്റിൻ്റെ ആവശ്യമില്ലായിരുന്നു. അവിടെ ഔട്ട്ഡോറിൽ ഫോട്ടോഗ്രാഫിക്കൊന്നും എക്സ്ട്രാ പേയ്മെൻ്റൊന്നും അടയ്ക്കേണ്ടി വന്നില്ല. പക്ഷേ അകത്തോട്ട് ഫോട്ടോ എടുക്കാനായിട്ടാണെങ്കിൽ നമ്മൾ എക്സ്ട്രാ പേയ്മെൻ്റ് അടയ്ക്കണം. അതുപോലെ തന്നെ ഒരുപാട് ഫോറിനേഴ്സും അല്ലാതെ തമിഴ്നാട്ടിൽ ഉള്ള ആൾക്കാരും ഒക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു. അവിടേക്ക് അതിനൊക്കെ ഓരോ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനൊക്കെ അവിടെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിത് ഫസ്റ്റായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മുടെ രാജാക്കന്മാരുടെയൊക്കെ ഓരോ കാര്യങ്ങളും കുറച്ചുകൂടെയൊക്കെ അറിയാനായിട്ട് പറ്റി. ഒരുപാടൊന്നും അറിയില്ലെങ്കിലും കുറച്ച് കാര്യങ്ങളൊന്നും ഞാൻ കേട്ടിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഈ കൊട്ടാരത്തിൽ 105ഓളം റൂമുകളുണ്ട്. അതിൽ 25ഓളം റൂമുകളാണ് മ്യൂസിയമായിട്ട് അവർ റെഡിയാക്കി എടുത്തേക്കുന്നത്. ബാക്കിയുള്ള റൂമുകളൊക്കെ ഇപ്പോഴും അടച്ചുപൂട്ടി ഇട്ടേക്കാണ്. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഈ മഹാബലിയിലേക്കാണ്. അവിടം വരെ പോയിട്ട് എങ്ങനെയാണ് മഹാബലിയിൽ കയറി പായസവും ബോളിയും വാങ്ങാതെ വരുന്നത്? നമ്മൾ എന്തായാലും പാർസൽ എടുക്കാമെന്നാണ് വിചാരിച്ചത്. ഒരു തവണ അതിൻ്റെ ടേസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആരും പിന്നെ അത് മിസ് ചെയ്യത്തില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമാണ് അത്. അവിടെ നിന്ന് നമ്മൾ പാർസലും വാങ്ങിയിട്ട് നേരെ MOTയിൽ പോയിട്ട് അവിടെ നിന്ന് കഴിച്ചിട്ടാണ് നേരെ വീട്ടിലോട്ട് പോയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു.